വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ നമ്മളോടൊപ്പം മറ്റൊരാളും കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മൾ സംസാരിക്കാതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ എന്ത് ബോറാണ്. ചിലപ്പോൾ ഉറങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പോയില്ല, ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവും. ഡ്രൈവറും ബോസും പിന്നീട് സുഹൃത്തുക്കളായി മാറാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കും, ആ യാത്ര മനോഹരമായിരിക്കും. അപ്പം മുർഷി എൻ്റെ കൂടെ എപ്പോൾ ഉണ്ടാവും, എൻ്റെ വീഡിയോ എടുക്കുന്ന ആളാണ്. അപ്പം ചില ടോപ്പിക് എൻ്റെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ എങ്ങനെയായിരിക്കും, വീഡിയോ എടുക്കും. ഇടയ്ക്ക് നമ്മൾ പാസഞ്ചറെ നോക്കുന്നത് പോലെ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കും. നമ്മൾ കൂടെ ഉള്ള ആളെ നോക്കുമല്ലോ, ആ നോട്ടം പോലെ തിരിഞ്ഞു നോക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്ന ആളാണ്, ഭയങ്കര ബേജാറും സ്റ്റിഫ്നെസ് ഉള്ള ആളാണെങ്കിൽ, ക്യാമറ ഓണായി എന്നുള്ള ബേജാറുള്ള ആളാണെങ്കിൽ എടുക്കാതിരിക്കുക. വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാറുണ്ടോ? ഫ്രണ്ടിൽ പാസഞ്ചർ സീറ്റിലുള്ള ആളെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടാവും, വണ്ടിയുടെ പല ഭാഗങ്ങളിലും ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ വെഹിക്കിൾ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ RPM കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും സ്റ്റിയറിംഗിൻ്റെ സോഫ്റ്റ്നെസ്സിനെ കുറിച്ചും ഒക്കെ പറയുന്നത് കാണിക്കാൻ എല്ലാം ഒപ്പിയെടുക്കും. അയാൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും, ക്യാമറയിൽ പറയുന്നുണ്ടാവും, അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ക്യാമറ എടുക്കുന്നത് എന്നുള്ള ബോധത്തിലൊന്നുമല്ല എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ ചില കണ്ടന്റുകൾ പറയാറുള്ളത്. എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് ശ്രദ്ധ ഊന്നിപ്പോകുന്ന ആൾക്കാർ ഒരിക്കലും ഇതിന് നിൽക്കാൻ പാടില്ല. കാരണം ആ നെർവസ് ആകുമ്പം ഒരു സെക്കൻഡ് ശ്രദ്ധ പിഴച്ചാൽ മതി, റോഡിൽ നമുക്ക് പലതും ഫേസ് ചെയ്യേണ്ടി വരും. സോ ഓൾവേസ് ഫോക്കസ് ഡ്രൈവിൽ. സംസാരിക്കുന്നതിനൊരു കുഴപ്പമൊന്നുമില്ല, അതിനിവിടെ ഫൈനും ഇല്ല.